ni sa ni pa re sa ni pa sa re pa ma ma da sa za sa ni sa sa ni sa ma re sa ni ma pa sa re pa ma da sa re sa ni sa da ma da sa ma re re sa da ni sa ni pa da sa da pa pa തിരുവയ്യാറിലെ തീർത്ഥകരയിൽ സാധകം ചെയ്യും വിഭാതമേ താപസകന്യകേ നിൻചുണ്ടിൽ ത്യാഗരാജ പഞ്ചരത്നാവലി ജഗത്താനന്ദക ആരക ജയ ജാനകി പ്രാണനായക ജഗത്താനന്ദ കാരക തിരുവാരൂരിലെ മണ്ഡപത്തിൽ കേൾപ്പു ഗുരുഗുഹമുദ്രിതമാം കീർത്തനങ്ങൾ നവരത്നമാലികയാൽ ശ്യാമകൃഷ്ണൻ ആനന്ദാമൃത വൈഖരേകി സ്വാതി തിരുനാൾ പദം പാടി കൈരളി സോപാനഗീതങ്ങൾ പാടി. കോഴിക്കോട് ചേവായൂരിലെ പ്രസൻറ്റേഷൻ സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് കേരള വിഷൻ ന്യൂസിനോടൊപ്പം ചേരുന്നത്. മനോഹരമായി ഗാനം ആലപിച്ചു. എന്തായാലും ഇതിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ള നോബി മാഷ് നമ്മളോടൊപ്പം ചേരുന്നു. നോബി മാഷെ, മുന്നോട്ട് കടന്നേക്ക്, ഈ സംഘഗാനത്തിൻ്റെ ഒരു ഇതിവൃത്തം എന്താണ്? ഈ ഗാനത്തിൻ്റെ ഇതിവൃത്തം സംഗീതമാണ് എൻ്റെ ആകെയുള്ള ഇതിവൃത്തമായിട്ട് വരുന്നത്. ഈ പാട്ട് എഴുതിയിരിക്കുന്നത് ശ്രീ KV ശബരിമണി, ആകാശവാണിയിലെ സ്റ്റാഫായിരുന്നു. എൻ്റെ പേര് നോബി ബെൻഡെക്സ്, ഞാൻ ഗസൽ ഗായകനാണ്, സംഗീത സംവിധാനമാണ്. ഇവർ കഴിഞ്ഞ 3 വർഷമായിട്ട് 3ാമത് വർഷമാണ് തുടർച്ചയായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഈ സംഘഗാനത്തിൽ പങ്കെടുക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. വിരലിലെണ്ണാവുന്നതിലധികം ശിഷ്യഗണങ്ങളുമായിട്ടാണ് ഈ കലോത്സവ വേദിയിൽ സാറ് വീണ്ടും വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് ഇക്കൊല്ലം 15 ഇനങ്ങളിൽ ഞാൻ കുട്ടികളെ പങ്കെടുപ്പിക്കുന്നത്. അത് 10 ഗ്രൂപ്പ് ഇനങ്ങളാണ്. അതിൽ കഴിഞ്ഞ ദിവസം 9 ഇനങ്ങൾ കഴിഞ്ഞു. 9 ഇനത്തിനും A ഗ്രേഡ് ഉണ്ട്. 3 ഗസലുണ്ടായിരുന്നു, 6 സംഘഗാനങ്ങളുണ്ടായിരുന്നു. ഇനി ഉറുദു സംഘഗാനമുണ്ട് ഞായറാഴ്ച. അങ്ങനെ വളരെ സന്തോഷത്തിലാണ് ഈ വർഷം. ഈ സംഗീതത്തിലൂടെ സംഗീതത്തിൻ്റെ ചരിത്രം പറഞ്ഞു വെക്കുകയാണ് കോഴിക്കോടത്തെ മിടുക്കരായ വിദ്യാർത്ഥികൾ. ആദ്യം ഇവരെ ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേരെന്താണ്? ശിവതീർത്ഥ, കൃഷ്ണ, നിഹാരിക, ഗൗതമി, ഇസബെല്ല, അമയ, ശ്രുതി. കലാപരമായ ജീവിതവും വിദ്യാഭ്യാസവും രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് നിങ്ങൾ. ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ഭാവിയിൽ ആരാവാനാണ് ആഗ്രഹം? ഒരു പാട്ടുകാരി. ഒരു പാട്ടുകാരി തന്നെ ആവണമെന്നാണ് ആഗ്രഹം അല്ലേ? അതെ. റോൾ മോഡൽസ് ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയില്ല, ഞാൻ എൻ്റെതായ വഴികളിലൂടെ കടക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അതെ. ഏത് മേഖലയിലാണ്, ഈ പാട്ടിൽ തന്നെ പല മേഖലയുണ്ടല്ലോ, ഏത് മേഖലയായിരിക്കും കൂടുതൽ തിരഞ്ഞെടുക്കാൻ ഇഷ്ടപ്പെടുക? ക്ലാസിക്കലാണോ വെസ്റ്റേൺ ആണോ? വെസ്റ്റേൺ മ്യൂസിക്. റാപ്പൊക്കെ ട്രൈ ചെയ്യും? ഇഷ്ടപ്പെട്ട റാപ്പ് വേടനെയൊക്കെ ഇഷ്ടമാണോ? വേടനെയാണോ ഫെജോനെയാണോ അതോ ഡെപ്സീനെയാണോ ഇഷ്ടം? വേടൻ ഫാൻസ് ആരെങ്കിലും ഉണ്ടോ ഇവിടെ? വേടൻ ഫാൻസ് ആരും ഇല്ല. ശുദ്ധ സംഗീതത്തെ സ്നേഹിക്കുന്നവരാരും വേടനെ സ്നേഹിക്കുന്നില്ലേ? സാറേ, തീർച്ചയായിട്ടും വേടൻ നല്ലൊരു ആർട്ടിസ്റ്റാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ക്രിയേഷൻ അംഗീകരിക്കുക തന്നെ വേണം. വേടൻ എന്താ പറയുക, ഒരു റാപ്പിൻ്റെ, ഒരു മലയാളം റാപ്പിൽ പുതിയ ഒരു മാനം കൊണ്ടുവന്ന ഒരാളാണ്. തീർച്ചയായിട്ടും അയാൾ അംഗീകരിക്കുക തന്നെ വേണം. അപ്പം ശുദ്ധ സംഗീതം ചെയ്യുന്ന ആളുകൾ വേടനെതിരല്ല എന്നാണ് മാഷ് പറഞ്ഞു വെക്കുന്നത്. മാഷിനെതിരല്ല, മാത്രമല്ല അവരെ പ്രോത്സാഹിപ്പിക്കണം. അവർക്ക് അവരുടേതായിട്ടുള്ള കഴിവുകൾ. ഓരോരുത്തരും ഓരോ വെറൈറ്റി ആണല്ലോ സംഗീതം. ഓരോരുത്തരുടെ അവരുടെ ഓരോ എന്താ പറയുക മനോഭാവം അനുസരിച്ച് ഓരോ മ്യൂസിക് ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനെ ഇഷ്ടപ്പെടുന്ന മഹാഭൂരിപക്ഷമുണ്ട്, അതിനെ വിമർശിക്കുന്നവരുണ്ട്. അത് കാര്യമാക്കണ്ട, അവരവരോട് ചെയ്യുന്നു. പക്ഷേ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിൽക്കുന്നതല്ല സംഗീതം. ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ഡോക്ടർ. ഡോക്ടറാവണം. ഏതാണ് മേഖല? എനിക്ക് ലൈക്ക് ഈ എന്താ പറയുക, ബോൺസ് ആയിട്ടുള്ളതും അങ്ങനത്തത്, അത് പിന്നെ ഹാർട്ട് അങ്ങനത്തതൊക്കെ. ഇസബെല്ല. ഡോക്ടർ. എനിക്ക് മെഡിക്കൽ ഫീൽഡാണ് ഇഷ്ടം. പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് എൻ്റെ സംഗീതം കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടം. സംഗീതം പ്ലസ് മെഡിസിൻ. ബാങ്കിങ് തിരഞ്ഞെടുക്കുന്ന ഒരാൾ. എന്താണ് ബാങ്കിങ് തിരഞ്ഞെടുക്കുന്നത്? അവർ ചില്ലുകൂട്ടിലിരിക്കുന്നത് അല്ല, വെറൈറ്റി ആണല്ലോ, താല്പര്യമുണ്ട്, അപ്പം അങ്ങനെ എടുക്കാണ്.
വയലിനിസ്റ്റ് ആവാനാണ്. വയലിനിസ്റ്റ് ആവാനാണ് ആഗ്രഹം. ആരാണ് റോൾ മോഡൽ? ബാലഭാസ്കർ. മരിച്ചുപോയ ബാലഭാസ്കർ ആണ് റോൾ മോഡൽ. എന്തായാലും കുട്ടികളെല്ലാം ഉയരത്തിൽ എത്തിച്ചേരട്ടെ, നാളത്തെ നമ്മുടെ അഭിമാന താരങ്ങളായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു.